എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ റൂംമേറ്റ്സ് നല്ല വർക്കാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എൻ്റെ റൂംമേറ്റ്സ് എപ്പോഴും വർക്കാണോ എന്ന്. ഞാൻ പറഞ്ഞാൽ ഏറ്റവും രാവിലെ എഴുന്നേറ്റ് ഏറ്റവും നേരത്തെ പോയി കിടക്കുന്ന ഒരാളാണ്. സോ എൻ്റെ ടൈമിങ് എൻ്റെ റൂംമേറ്റ്സിൻ്റെ ടൈമിങ്ങും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് വെളുപ്പിനെ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒബ്വിയസ്ലി ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കോളേജിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ഡ്രസ്സാണ് കൊണ്ടുവരേണ്ടതെന്ന്. ഇത് ഞാൻ പെർട്ടിക്കുലറായിട്ട് എൻ്റെ കോളേജ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കട്ടെ പറയുന്നത്. വേറെ കോളേജിലൊക്കെ വേറെ ടൈപ്പ് ഡ്രസ്സിങ് ആയിരിക്കും. സോ ജനറലിലോട്ട് വരാൻ നേരത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രസ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നോളൂ. കാരണം ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ദാറ്റ് ഇസ് എ ബെസ്റ്റ് പാർട്ട്. യു ക്യാൻ വെയർ വാട്ട് എവർ യു വോണ്ട്. വീട്ടിൽ നിങ്ങളുടെ പേരൻസ് ചില സമയത്ത് റെസ്ട്രിക്ഷൻസ് വെക്കില്ല. ഇപ്പോൾ എൻ്റെ പേരൻസ് അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഡ്രസ്സ് അവിടെ ഇടാൻ പാടില്ല, ആ ഡ്രസ്സ് അവിടെ ഇടാൻ പാടില്ല എന്ന് പറയുവാണെങ്കിൽ ടേക്ക് ഇറ്റ് ടു കോളേജ് ആൻഡ് വെയർ ഇറ്റ്. ബിക്കോസ് ഇവിടെ ഫുൾ ഫ്രീഡമാണ് നിങ്ങൾക്ക്. എൻ്റെ കർത്താവേ, ഞാനെന്തായാലും എഡിറ്റ് ചെയ്ത് വേണ്ടവരെ എൻ്റെ അപ്പനമ്മയ്ക്കൊക്കെ തന്നെ പിള്ളേരൊക്കെ വഴിതെറ്റിക്കുകയാണോ താര ഇങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും എനിക്ക് കിട്ടുന്ന ഉപദേശം. ബട്ട് സ്റ്റിൽ ഓക്കെ, നിങ്ങൾക്ക് ചില ഡ്രസ്സ് ഉണ്ടാവും നിങ്ങളിപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കില്ല. ഓക്കെ, എനിക്കിത് ഇടണം എന്നുണ്ട്, പക്ഷെ എനിക്ക് അവിടെ വരെ പോകാൻ വയ്യ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റ്. ഓക്കെ, എൻ്റെ റൂമിൽ വന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നോളൂ. ഇറ്റ്സ് പ്രിറ്റി സേഫ് ഹിയർ ഇൻ ക്യാമ്പസ്. യു ക്യാൻ വെയർ വാട്ട് എവർ യു വോണ്ട്. നോ വൺ വിൽ ജഡ്ജ് യു. ആരും നിങ്ങളെ കമൻ്റ് അടിക്കില്ല ആൻഡ് ആരും ഒന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങളുടെ സ്റ്റൈൽ. ഇപ്പം നിങ്ങൾക്ക് ഇൻഡോ വെസ്റ്റേൺ ആണോ ഇഷ്ടം, വെസ്റ്റേൺ ഡ്രസ്സാണോ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാവണി ഉടുത്ത് പോകാനാണ് ക്ലാസ്സിൽ ഇഷ്ടം, സാരി ഉടുത്ത് പോകാൻ ഇഷ്ടം, ഇങ്ങോട്ട് വരൂ, നിങ്ങൾ ഉടുത്തുകൊണ്ട് പൊക്കോളൂ. ആരും ഒന്നും പറയില്ല. ഐ ഹാവ് സീൻ പീപ്പിൾ വെയറിങ് സാരി ടു ക്ലാസ് ആൻഡ് ദേ ലുക്ക് സോ ഗുഡ്, സോ ഗോർജിയസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുള്ളൂ. ഇപ്പം എനിക്ക് പേഴ്സണലി ഓൾഡ് മണി എസ്തെറ്റിക്, ഹൗ ടു ലുക്ക് എക്സ്പെൻസീവ്, കയ്യിൽ 10 പൈസ ഉള്ളെങ്കിലും അമ്പാനിയുടെ വീട്ടിൽ ജനിച്ച് പോലെ പോകണം എന്ന രീതിയിലാണ് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എനിക്കിഷ്ടം. സോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവും. എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഫോർമൽസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവാം. എന്ത് വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. സോ അത് കഴിഞ്ഞല്ലോ, റെസ്ട്രിക്ഷൻസ് ഒന്നുമേ ഇല്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. പിന്നെ ഇനി എന്തൊക്കെ ഡ്രസ്സാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പ്രിഡോമിനൻ്റ്ലി ആൾക്കാർ ഇടുന്നത് വെസ്റ്റേൺ വെയർ ആണ്. അതായത് ഇപ്പോൾ ഷോർട്സ്, ടീഷർട്ട്, പാൻസ്, അങ്ങനത്തെ ക്രോപ്പ് ടോപ്സ് എന്ത് വേണമെങ്കിലും ഇടാം. കുർത്തി ഇടുന്നവർ വളരെ കുറച്ചാണ്. എന്തെങ്കിലും ഇവൻറ്റ്സ് ഉണ്ടെങ്കിലാണ് കാണാറുള്ളത്. അല്ലെങ്കിൽ സാരി ഉടുക്കുന്ന ആൾക്കാർ ചില സമയത്ത് ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, എനിക്കിന്നൊരു എന്താ പറയുക സാരി ഉടുത്ത ഒരു ശാലീന്യ സുന്ദരിയായിട്ട് എഴുന്നള്ളാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എഴുന്നള്ളിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. യു എക്സ്പ്രസ് യുവർ ഡ്രസ്സിങ് സെൻസ് ഇൻ എനി വേ യു വോണ്ട്. ഓക്കെ, സോ എന്ത് വേണമെങ്കിലും ഡ്രസ്സസ് എങ്ങനെ വേണമെങ്കിലും ഡ്രസ്സ് ചെയ്യാം. ദർ ആർ നോ റെസ്ട്രിക്ഷൻസ്, നോ റൂൾസ് ഓൺ ദാറ്റ്. ഓക്കെ, സോ പ്രിഡോമിനൻ്റ്ലി ഞാൻ പറഞ്ഞില്ല വെസ്റ്റേൺ വെയർ ആണ് ഇടുന്നത്. സോ നിങ്ങൾക്കൊരു ആ ഒരു പോപ്പുലേഷൻ, ആ ഒരു ക്രൗഡിലോട്ട് ഒരു സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്ത് പോകണമെങ്കിൽ വെസ്റ്റേൺ വെയർ ഇടാനേ ഞാൻ പറയുള്ളൂ. വെയർ വാട്ട് എവർ യു ഫീൽ ലൈക്ക് യു വോണ്ട് വെയർ. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇടാം. ഞാനിടുന്നത് ബർക്കിൻസ്റ്റോക്കിൻ്റെ ഒരു സ്ലൈഡ്സ് ആണ്. ഓക്കെ, ബർക്കിൻസ്റ്റോക്കിന് ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് ഗെസേ. ഓക്കെ, ബിക്കോസ് കുറേ വാക്കിംഗ് ഉണ്ട്. നമ്മുടെ ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കാർ ഫ്രീ ആണ്. ഒരു സ്കൂട്ടർ പോലും കിട്ടില്ല, ഒരു സൈക്കിൾ പോലും കിട്ടില്ല. ഓക്കെ, പിന്നെ കാർട്ട് ഫെസിലിറ്റി ഉണ്ട്. കാർട്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മാരിയറ്റിൽ ലുലുന്ന് മാരിയറ്റിൽ പോകുമ്പോൾ ഒരു ഗോൾഫ് കാർട്ട് പോലത്തെ സാധനമല്ലേ, അതുണ്ട്. അതെന്ന് പറഞ്ഞാൽ പ്രത്യേക ടൈമിങ്സിൽ ഓരോ സ്പോട്ടിൽ കൊണ്ടുപോയി നിർത്തും. സോ നമുക്ക് കിട്ടണം എന്നല്ല, ചിലപ്പോൾ ഫില്ലായിരിക്കും. സോ ക്ലാസ്സിലൊക്കെ പോകണമെങ്കിൽ നടത്ത് തന്നെ പോകേണ്ടി വരും. നടപ്പാണ് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂസ് എങ്കിലും നിങ്ങൾക്ക് വേണം നടക്കാൻ വേണ്ടി. ഞാൻ ചൂസ് ചെയ്തത് ബർഗ്സ് ആണ്. ബിക്കോസ് എൻ്റെ കാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാലാണ്. ഒരു ഗേൾസിൻ്റെ ഒരു ഷൂസും കിട്ടില്ല. സോ ബർഗ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ബർഗ്സ് അല്ലെങ്കിൽ ബാറ്റയുടെ ഏതെങ്കിലും ഷൂസ് മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെറിയ കാലാണ്, ഒരു 6 or 7 സൈസ് ആണെങ്കിൽ 9 ആണ് ഷൂ സൈസ്. 6 or 7 ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്തെങ്കിലും നല്ല ചെരുപ്പ്, നടക്കാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ്, ക്ലാസ്സിലും മെസ്സിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചെരുപ്പ്. പിന്നെ അതല്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വർക്കൗട്ട് ഷൂസ് ഇടുക. ഓക്കെ, വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഷൂസ്. ഞാനിപ്പോൾ എന്താണ് അങ്ങനെ വർക്കൗട്ടൊന്നും ചെയ്യാറില്ല, എന്നാലും എനിക്കൊരു വർക്കൗട്ട് ഷൂസ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ഫോർമൽ ഷൂസ്. ഇഫ് യു ഗോയിങ് ഫോർ LLM, LLB ഓർ എനി കൈൻഡ് ഓഫ് MBA പ്രോഗ്രാംസ്, യു ഒബ്വിയസ്ലി നീഡ് എ ഫോർമൽ ഷൂസ് അല്ലേ. സോ ഒരു ഫോർമൽ ഷൂസ് എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടി. പിന്നെ നിങ്ങൾ ഹീൽസ് എന്താണെന്ന് വെച്ചാൽ ഇടുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷൂസ് കിടക്കും. ഇത് 3 നിർബന്ധമെന്ന് വെച്ചാൽ നിർബന്ധമാണ് അങ്ങോട്ട്. ഓക്കെ, അത് നിങ്ങളുടെ കംഫർട്ട് വേണ്ടി ഉണ്ടോ. അത് കോളേജ് ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടില്ല ഈ ഷൂസ് വേണമെന്ന്. പിന്നെ അത് അല്ലാതെ യു ക്യാൻ ഒബ്വിയസ്ലി യു നോ ദാറ്റ് വാട്ട് ടു പാക്ക്
നിങ്ങളുടെ ഇന്നേഴ്സ് എടുക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലോത്ത്സ് എടുക്കണം, പിന്നെ നിങ്ങളൊരു ടവൽ എടുക്കണം. പിന്നെ ഈ വീഡിയോ ഇപ്പോൾ എന്തിൽ നിന്ന് തുടങ്ങിയത് എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, ഡ്രസ്സിങ് ഇതിനെ പറ്റിയാണ് പറയുന്നത്. വോട്ട് ടു പാക്ക്, വോട്ട് കൈൻഡ് ഓഫ് ഡ്രസ് യു ഷുഡ് പാക്ക് ഫോർ ജനറൽ. ഓക്കെ, സോ ഇവിടെ കോൺസേർട്സ് ഉണ്ടാകും കേട്ടോ. ഇവിടെ കോൺസേർട്സ് ഉണ്ടാകും, പരിപാടികൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കോൺസേർട്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആരെങ്കിലുമൊക്കെ വന്ന് ഇവിടെ പാടും. ഇപ്പം നമ്മൾ പള്ളി പെരുന്നാളിലൊക്കെ പോകാൻ നേരത്ത് പണ്ട് ഇങ്ങനെ പരിപാടി നടക്കില്ല, അതുപോലെ ഈ കോളേജിനുള്ളിൽ വന്നിട്ട് ആരെങ്കിലുമൊക്കെ പാടും. അപ്പം നമുക്കിങ്ങനെ പാട്ട് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും ഔട്ട്ഫിറ്റ് വേണം. സോ യൂഷ്വലി ഇപ്പോൾ എന്താ അതിന് വേണ്ടി ഒരു 2 ഔട്ട്ഫിറ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയോടും കോൺസേർട്ടിന് പോകാൻ വേണ്ടിയിട്ട് കോൺസേർട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഔട്ട്ഫിറ്റ് വേണമെന്ന് പറഞ്ഞാൽ എന്നെ വല്ല മടൽ വെട്ടി അടിക്കും. സോ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് കളർ എന്തെങ്കിലും ഔട്ട്ഫിറ്റ് എടുക്കാം. ഓക്കെ, 2-3 ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റ്, അത് രാത്രി പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ കുറച്ച് ഗ്ലിറ്റർ അങ്ങോട്ട് വാരി പൂശി തേച്ചിട്ട് മുടിയൊക്കെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇവിടെ പരിപാടിക്ക് പോകാൻ പറ്റും. സോ ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റ് ഒരു 3 മിനിമം നിങ്ങൾക്ക് വേണം, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടി. കോൺസേർട്സ് എപ്പോഴും വരും ഇവിടെ രാത്രി പ്രോഗ്രാം ഉണ്ടാവും, കോൺസേർട്സ്. ഇനിയിപ്പോൾ നിങ്ങൾ മിനി സ്കേർട്ട് ഇടുന്ന ആളാണ്, ഷോർട്സ് ഇടുന്ന ആളാണ്, ബ്രാലറ്റ് ഇടുന്ന ആളൊക്കെ അതൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് സൂപ്പറായിട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കോൺസേർട്സ് നടക്കാം. ഓക്കെ, ഫസ്റ്റ് സെമിസ്റ്ററിൽ കോൺസേർട്ട് ഉള്ളത്, സെക്കൻഡ് സെമിസ്റ്ററിലോട്ടാകുമ്പോഴാണ് ഹോളി വരിക. ഹോളി വരുമ്പോൾ എന്തെങ്കിലും ഒരു വൈറ്റ് ഡ്രസ്സ് കരുതിക്കുക. അതും ഒരു എസ്തറ്റിക്കലി കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് ചീത്തയായാലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് തോന്നുന്ന വില കുറഞ്ഞൊരു വൈറ്റ് ഡ്രസ്സ് എടുക്കുക. കാരണം അതിലോട്ടൊക്കെ മറ്റേ കളർ വാരി പൂശി എറിഞ്ഞ് അത് ചെളിവെള്ളം പോലെ ആക്കുന്നൊരു സ്ഥിതിയിലോട്ട് വരും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രോഗ്രാം ഉണ്ടാവാറുള്ളത് എത്നിക് ഡേ ഉണ്ടാകും. എത്നിക് ഡേ എന്ന് പറഞ്ഞാൽ മലയാളീസിന് എക്സ്പെഷ്യലി ഓണ സെലിബ്രേഷൻ ഉണ്ടാകും. സോ ഓണ സെലിബ്രേഷൻ നല്ല ഗംഭീരമായിട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാരി ആണെങ്കിൽ സാരി, ഞാനിട്ടത് ഒരു ലെഹങ്ക പോലത്തെ ഔട്ട്ഫിറ്റാണ് മിന്ത്രയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഓ മൈ ഗോഡ് ഗേൾസ്, ഇതൊരു ഡൽഹി NCRലാണ് ഈ കോളേജ്. ഓക്കെ, ഇറ്റ്സ് ബേസിക്കലി ഇൻ സോണിപത് ഹരിയാന, ബട്ട് സ്റ്റിൽ ഡൽഹി NCR ആണ്. സോ ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 days or 1 day or 24/7 അല്ല 24 hours നിങ്ങൾക്ക് ഇവിടെ വരും. ഓക്കെ, സോ എന്ത് ഓർഡർ ചെയ്താലും ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, സവാന, നൈക്ക, H&M 2 days കൊണ്ട് എത്തും. കേരളത്തിലാണെങ്കിൽ 7 days എടുക്കും എത്താൻ വേണ്ടിയിട്ട്, പക്ഷേ ഇവിടെ ഫുൾ പെട്ടെന്ന് എത്തും. ഓക്കെ, സോ അത് നിങ്ങൾ വരി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ഡൽഹിയിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് പണിയാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വില കുറവിന് കുറേ ജ്വല്ലറീസൊക്കെ വാങ്ങാൻ പറ്റും. സോ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല, എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. എന്നാലും കേരള സാരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ കേരള സാരിയാണ് കൊടുക്കുന്നതെങ്കിൽ നേരത്തെ ഓണം ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്ത് ഔട്ട്ഫിറ്റ് സെറ്റാക്കി ഇങ്ങോട്ട് എഴുന്നള്ള. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി എന്താ ഉണ്ടാവാറുള്ളത്, എന്തിനും കുറച്ച് എത്തനിക്ക് ഡ്രസ്സൊക്കെ എടുത്തോട്ടോ, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഇടാം. ഓണാണ് മെയിനായിട്ട്. പിന്നെ കോൺസേർട്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ ഇല്ല പോട്ടറി, അതായത് മറ്റേ ചട്ടി ഉണ്ടാക്കൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോട്ടറിക്ക് വേണ്ടി കുറച്ച് ബ്രഞ്ച് ഔട്ട്ഫിറ്റ്സ് പോലത്തെ ഉള്ള കുറച്ച് എന്താ ഇറ്റ്സി ബിറ്റ്സി ഡേസി പ്രിൻസ് ഒക്കെ ഉള്ളത്, അതുപോലെ തന്നെ കുറച്ച് വൈറ്റ്, ബ്ലൂ, പിങ്ക് അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ എടുക്കുക. അങ്ങോട്ട് തിളങ്ങാൻ നമുക്ക് ഇരുന്നിട്ട്. പിന്നെ ഇവിടെ അതുപോലെ ലാൻഡേൺ പറത്തി വിടാൻ വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഫ്രീ ആണ്, അതിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്നും. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 10 രൂപ ഇല്ലാത്ത ഞാനിവിടെ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഓക്കെ. പോട്രി പിന്നെന്താ ലാൻറ്റേൺ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതിനൊക്കെ പറ്റിയ കുറച്ച് ഔട്ട്ഫിറ്റ്സ്, ഇതൊക്കെ ഞാൻ പ്രോഗ്രാംസ് എന്താ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾക്ക് മൈൻഡിൽ തോന്നുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരിക, എക്സ്പെഷ്യലി ഫോർ ഓണം ആൻഡ് ഫോർ കോൺസേർട്സ്. ഓക്കെ, മറക്കരുത്. ഞാൻ ഇവിടെ വന്നിട്ട് ഓ മൈ ഗോഡ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ DIY മറ്റേ സ്റ്റൈലിൽ വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ഇട്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ ചെയ്തത്. ഭാഗ്യത്തിന് എനിക്ക് കുറച്ച് ബ്ലാക്ക് ഔട്ട്ഫിറ്റിലുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നില്ല. ഓക്കെ, പിന്നെ ഗ്ലിറ്റർ. ഓക്കെ, ഗ്ലിറ്റർ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഗ്ലിറ്റർ എടുത്ത് കുറച്ച് കണ്ണിൽ ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ കുറച്ച് ബീഡ്സോ അല്ലെങ്കിൽ തലയിൽ ഒട്ടിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ കുറച്ചും അങ്ങോട്ട് എടുത്തോളൂ. അപ്പോൾ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് അത്ര ഗുമ്മല്ലെങ്കിലും ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ച് പോകുമ്പോഴേക്കും കിടുവായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് ഡ്രസ്സ് നിങ്ങൾ കൊണ്ടുവരണം. കാരണം വീട്ടിൽ നമ്മൾക്ക് ചിലപ്പോൾ ക്ലാസ്സില്ലേ ഓഡ് ടൈമിങ്സിനായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന ഔട്ട്ഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കര മറ്റേ കൂറ ഔട്ട്ഫിറ്റ് എടുത്തുകൊണ്ട് വരരുത്. അതായത് അമ്മയുടെ നൈറ്റി അല്ലെങ്കിൽ കീറിപ്പോയ മറ്റേ എന്താണ് ട്രൗസറോ പാവാടയോ അല്ലെങ്കിൽ വല്ല പണ്ടത്തെ ഒരു 10 കൊല്ലം മറ്റേ ഷോർട്സ് അങ്ങനത്തെ ഔട്ട്ഫിറ്റ് എടുത്ത് വരരുത്. കാരണം എന്താ വരരുതെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ മെസ്സെന്ന് പറഞ്ഞാൽ കോമൺ മെസ്സാണ്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നിന്നൊരു നടപ്പുണ്ട് അങ്ങോട്ട്, ആ മെസ്സിലോട്ട് പോകണം. സോ എല്ലാവരും നല്ല ഡ്രസ്ഡപ്പ് ആയിട്ട് തന്നെ വരുന്നത്, ഭയങ്കര ഓവർ ഡ്രസ്ഡപ്പ് അല്ല. മേ ബി ഒരു ഷോർട്സ്, ടീഷർട്ട്, ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട് ഒരു ഹൈ ബണ്ണൊക്കെ കിട്ടി സൂപ്പറായിട്ടായിരിക്കും വരിക.
സോ നിങ്ങൾ ആ സമയത്ത് ഇതെന്താണ് നൈറ്റിക്കിട്ട് പോയി നല്ല രസമുണ്ടാക്കും. പിന്നെ മറ്റേ പ്രിൻറ്റഡ് 2 പീസ് ഇല്ല, അതൊന്നും എടുത്ത് വരരുത് കേട്ടോ. കാരണം ആരും ഇവിടെ അങ്ങനെ ഇടാറില്ല. ദാറ്റ്സ് ട്രൂ. ഞാൻ വേണമെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഔട്ട്ഫിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇതാണ് ജനറലുള്ള കോമൺ ക്രൗഡ് ഇടുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ പറയുകയാണെങ്കിൽ പ്ലെയിൻ ടീഷർട്ട്സ് ഇല്ലടാ, അതെടുത്താൽ മതി. ഒരു 100 രൂപ കിട്ടുന്ന പ്ലെയിൻ ടീഷർട്ട് ഉണ്ടാവും. പ്ലെയിൻ ടീഷർട്ട് എടുക്കുക, ഷോർട്സ് എടുക്കുക, അല്ലെങ്കിൽ ജീൻസ് എടുക്കുക, അല്ലെങ്കിൽ ട്രാക്ക് പാൻറ് ഉണ്ടാവും, ട്രാക്ക് പാൻറ് എടുക്കുക. സോ പ്ലെയിൻ കളേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി നമ്മളിപ്പോൾ ഏത് ബ്രാൻഡ് അങ്ങനത്തെ ഒരു രീതിയിൽ വരില്ല. സോ അങ്ങനത്തെ തന്നെ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ തന്നെ ജാക്കറ്റ് എടുക്കുക. കാരണം ഇവിടെ തണുപ്പുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ തണുപ്പുണ്ട്. സോ നിങ്ങൾ 2 ജാക്കറ്റ് എങ്കിലും എടുക്കുക. ഒരു ബ്ലാക്കും പിന്നെ വേറെ എന്തെങ്കിലും ഒരു കളർ എടുക്കുക. ജാക്കറ്റ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സരോജിനി നഗറിലൂടെ അങ്ങോട്ട് പോയിടുന്ന ഇവിടെ നിന്നൊരു ഷട്ടിലുണ്ട്. ഷട്ടിൽ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ നമ്മളെ കയറ്റി 150 രൂപ കൊടുക്കുകയാണെങ്കിൽ ഹൈദർപൂർ മെട്രോ സ്റ്റേഷനിൽ കൊണ്ട് ആക്കി തരും. അവിടെ നിന്ന് മെട്രോ കയറി സരോജിനി നഗറിൽ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാം. ഓക്കെ. ബാർഗിൻ ചെയ്യാൻ സ്കിൽസ് ഉണ്ടെങ്കിൽ 50 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വേണമെങ്കിൽ ഡ്രസ്സ് കിട്ടും. സോ അങ്ങനെ എടുക്കാം. സോ അങ്ങനെ എടുത്തോണ്ട് വരാം. സോ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഓണം ഔട്ട്ഫിറ്റ് വേണം, കോൺസേർട്സിൻ്റെ ഔട്ട്ഫിറ്റ് വേണം, ബ്ലാക്ക് എന്തെങ്കിലും വീട്ടിലുള്ള ഔട്ട്ഫിറ്റ് വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ജാക്കറ്റ് വേണം. ഓക്കെ. തണുപ്പാണ് ഇവിടെ. സോക്സും എടുത്തിരിക്കണം. ഓക്കെ. ഇപ്പോൾ എനിക്കില്ലേ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് മറിക്കുന്ന, പക്ഷെ എനിക്കിപ്പോൾ മൂഡ് പോയി, പറയാനുള്ള മൂഡ് പോയി, ഉറക്കം വരുന്നു. അതുകൊണ്ട് വെളുപ്പിന് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണിത്. സോ ഇതിപ്പോൾ നിങ്ങൾ കേക്ക് എൻ്റെ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ സെറ്റ് സാധനം യു ബ്രിങ് ദസ് യു ബ്രിങ് ദാറ്റ് ഇത് കൊണ്ടുവരൂ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാം. ഓക്കെ. സോ എനിക്ക് ഉറക്കം വരുന്നു. ബൈ, ഗുഡ് നൈറ്റ് ഓർ ഗുഡ് മോർണിംഗ്.